ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാലോ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ പിങ്കിനെയാണ്. അപ്പം പിങ്കി ആണെങ്കിൽ തടി തപ്പി രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ ലക്ഷ്മിക്കാണെങ്കിൽ പേടിയുമായി പോയിട്ടോ. ഇനിയിപ്പൊ പിങ്കി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവില്ല. അതുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു, മോളെ പോട്ടെ, സാരമില്ല. ദേ സുമംഗലയെടുത്തി എന്നെ എന്തൊക്കെ പറയുന്നറിയാമോ, മോളെ പൊന്നുപോലെ നോക്കിക്കോണെന്നാ പറഞ്ഞത്. ദേ മോഹിനി നീ പറഞ്ഞ് മനസ്സിലാക്കിക്കേന്ന് പറഞ്ഞു. ഏതായാലും മോഹിനി വന്നിട്ട്, ദേ പിങ്കി മോളെ ഇതൊന്നും കാര്യമാക്കരുത്. നിന്നെ സംശയിച്ചാൽ ഞാൻ വേണമെങ്കിൽ സോറ് ചോദിക്കാം. ഹേയ് അതൊന്നും വേണ്ട. മേലില് നിങ്ങൾ ആരെങ്കിലും എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി. എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നത്? ഞാൻ ആർക്കും ഒരു ശല്യത്തിന് വരുന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പിങ്കിയുടെ മനസ്സിലുണ്ട് കേട്ടോ, താനാണ് ഇതെല്ലാം ചെയ്തത് നമ്മുടെ പിങ്കിക്ക് അറിയാലോ. ഏതായാലും പിങ്കി അങ്ങ് പോയിട്ടോ. പിങ്കി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പവിത്രയാണെങ്കിൽ ബോധം കെട്ടിങ്ങനെ കിടക്കുക. അങ്ങനെ ബോധം കെട്ടി കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ പവിത്ര ലക്ഷ്മിനെ ലക്ഷ്മിയമ്മേ എന്ന് വിളിച്ചപ്പോൾ മോഹിനി വന്ന ഇവിടെ ഇങ്ങനെ നിർത്തിയാൽ ശരിയാവില്ല, നമുക്ക് ഇവളെ കൊണ്ടുപോയി മുറിക്കകത്ത് കിടത്താന്ന് പറഞ്ഞുകൊണ്ട് നേരെ ലക്ഷ്മിയും മോഹിനിയും കൂടെ ചേർന്ന് നമ്മുടെ പവിത്രനെ കൊണ്ടുപോയി മുറിക്കകത്ത് കിടത്തുകയാണ്. ഏതായാലും പവിത്രനെ മുറിക്കകത്ത് കിടത്തി. പിന്നെ കാണിക്കുന്നത് നേരം പരപരാ വെളുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ കിടന്നുറങ്ങാണ് കേട്ടോ. നന്ദ കിടന്നുറങ്ങുന്നു, ഗൗതം കിടന്നുറങ്ങുന്നു. ഗൗതമിന്റെ മുഖത്ത് കുറച്ച് മുല്ലപ്പൂ ഒക്കെ അവിടെ ഇവിടെയൊക്കെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത്. അപ്പം ഗൗതം ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കമ്മീഷണർ ആണല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ എടുത്ത് ഇങ്ങനെ സംസാരിക്കുക. എന്താ സാർ, എന്താ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവിടെ നിന്ന് നമ്മുടെ കമ്മീഷണർ സാർ കുറച്ച് സീരിയസ് ആയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. വേറെ ഒന്നുമല്ല സംസാരിക്കുന്നത്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഗൗതം എത്രയും പെട്ടെന്ന് ഇവിടെ വന്നേ പറ്റൂ. നീ എവിടെയാണ് എന്താണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, ഓഫീസിൽ വന്ന് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. ഫോണിലൂടെ ഒരു കാര്യവും പറയാൻ നിവർത്തിയില്ല. വളരെ ഗുരുതരമായ സിറ്റുവേഷനിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടോ ഉടൻ തന്നെ ഓഫീസിലേക്ക് എത്തി റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഏതായാലും ഫോൺ കട്ട് ചെയ്തു. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഗൗതമിന് മനസ്സിലായി എന്തോ സീരിയസ് ആയ മാറ്റമാണെന്ന്. അപ്പൊ നന്ദ പറയുന്നുണ്ട് കേട്ടോ, പോകണ്ട ഗൗതം സാർ, ഇന്ന് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നന്ദ കിടക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഗൗതം പറഞ്ഞു, നന്ദ എനിക്ക് പോയേ പറ്റൂ, നന്ദ എനിക്ക് ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞപ്പം, അല്ല ലീവ് എടുക്കാൻ ഞാൻ പറഞ്ഞല്ലേ സാറിനോട്. അതേ നീ വിചാരിക്കുന്ന പോലെയല്ല, ദേ ഇപ്പൊ സാറ് വിളിച്ചതേ വലിയ ഗൗരവമായിട്ട് തന്നെയാ, എന്തോ സീരിയസ് പ്രോബ്ലം ഉണ്ട്, എനിക്ക് പോയേ പറ്റൂ. എന്താ ഗൗതം സാർ പ്ലീസ്, ഞാൻ വീടില്ല, പോകണ്ട ഗൗതം സാർ. ഷോ പറയുന്നൊന്ന് കേക്ക്, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാന്ന് പറഞ്ഞില്ലേ. വേണ്ട ഗൗതം സാർ പോകണ്ട, ദേ എൻ്റെ മുത്തല്ലേ, നല്ല കുട്ടിയല്ലേ, ഞാൻ പറയുന്നത് കേട്ടെ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരില്ലേ എന്ന് പറഞ്ഞു. ഏതായാലും നെറ്റിയിലൊരു ചുംബനമൊക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ ഗൗതം പോകുന്നത് കേട്ടോ. ഏതായാലും അത്രയ്ക്ക് അടുത്തു അവര്. നമ്മുടെ നന്ദയ്ക്ക് ഗൗതമിനെ പിരിയാൻ പറ്റത്തില്ലാത്ത രീതിയിൽ തന്നെ അടുത്തു. അതിനർത്ഥം ശാന്തി മുഹൂർത്തമൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ്. ഇതേ സമയം അടുക്കളയിൽ ലക്ഷ്മി ചായ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പൊ മോഹിനി വന്നിട്ട്, അല്ല എടുത്തേ, ഇതെന്താ ഗൗതം രാവിലെ തന്നെ എണീറ്റ് ഓടിയത്? ഓടിയെന്നോ? അവൻ എങ്ങോട്ട് പോയെന്ന് ഈ പറയുന്നത് എന്നിങ്ങനെ ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പവിത്ര എത്തി കേട്ടോ. അപ്പൊ പവിത്ര വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, ഗൗതമേട്ടൻ പോയെന്നോ? അല്ല അവൻ പോകുന്നത് നീ കണ്ടോ? ആ യൂണിഫോം ഒക്കെ ഇട്ട് പോകുന്നത് കണ്ടു. ആ മോഹിനി അങ്ങനെ പറ, ദേ ഗൗതം മോൻ രാവിലെ നേരത്തെ എണീറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നത് കണ്ടുന്ന്. അല്ലാതെ ഒരു ജോലി ഇല്ലാത്തവര് വെറുതെ ഒരു ലക്ഷ്യമില്ലാതെ പോകുന്നത് പോലെയല്ല ഈ ഓടിപ്പോവുക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പറയരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പം, അതിനാര് കളിയാക്കി പറഞ്ഞു? ഞാൻ അങ്ങ് ആ ഒരു എന്താ പറയുക, ആ ഒരു ഇതിലങ്ങ് പറഞ്ഞു പോയതല്ലേ, ലക്ഷ്മിയുടെ അടുത്ത് എന്നോട് അങ്ങ് ക്ഷമിക്കാൻ പറഞ്ഞു. ഇതേ സമയത്ത് നമ്മുടെ പിങ്കി ഇറങ്ങി വരികയാണ് കേട്ടോ. പിങ്കിയുടെ ആ ഒരു നോട്ടം മുഴുവൻ വേറെ എങ്ങോട്ടേക്കുമല്ല, ഗൗതമിന്റെയും നന്ദയുടെയും റൂമിലേക്കാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ പവിത്രനെ കാണിക്കുകയാണ്. അപ്പൊ പവിത്ര പറഞ്ഞു, ദേ അമ്മ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടും അല്ല, ഇന്നലെ ശാന്തി മുഹൂർത്തം അല്ലായിരുന്നോ? ശാന്തി മുഹൂർത്തം ഒക്കെ കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവ് ഇത്ര നേരത്തേക്ക് എണീക്കുവോ? അല്ല നന്ദയാണെങ്കിൽ ഇതുവരെ എണീറ്റിട്ടുമില്ല എന്നും മോഹിനിയും പറഞ്ഞു. അപ്പൊ ലക്ഷ്മി പറഞ്ഞു, അതെ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, നിങ്ങളിപ്പോ അതൊക്കെ തിരക്കേണ്ട കാര്യം എന്നാ? ഗൗതം മോന് ഓഫീസിൽ പോണം, പിന്നെ അവന് ഡ്യൂട്ടി എന്നുള്ള വിചാരം മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാ രാവിലെ തന്നെ അവൻ എണീറ്റ് ഓടിയത്. അതിനിപ്പം അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഗുണം അവൻ കാണിക്കുന്നത്. പിന്നെ പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കർശനായിട്ട് തന്നെ ഞാൻ പറയാൻ പോവാ. ഇനി അവന്റെ സ്വഭാവമൊക്കെ ആകെപ്പാടെ ഒന്ന് മാറ്റിയെടുക്കണം. അതെന്ത് പറ്റി?
ലക്ഷ്മി എടുത്തി. അല്ല, ഇത്രയും നാൾ ജീവിച്ച പോലെ അങ്ങ് ജീവിച്ചാ പോരെ? പോരല്ലോ, ഇനി അങ്ങനെ ജീവിച്ചാ പോരാ. എൻ്റെ മകനും മരുമകളും ഇനി സന്തോഷത്തോടു കൂടി ഒരുമിച്ച് അവര് ദാമ്പത്യ ജീവിതം കൊണ്ടുപോകണം. പിന്നെ എത്രയും പെട്ടെന്ന് ഈ തറവാട്ടിലൊരു കുഞ്ഞിക്കാല് വരുമല്ലോ. ആ കുഞ്ഞിക്കാല് ജനിക്കുമ്പോഴും വളരുമ്പോഴും ഒക്കെ തുല്യ ഉത്തരവാദിത്വത്തോടെ നന്ദമോൾക്കൊപ്പം ഗൗതമോനും വേണ്ടേ? അങ്ങനെയല്ലേ വേണ്ടത്? ഈ ഭാര്യയും സ്വന്തം കുഞ്ഞിനേക്കാളും ഒട്ടും വലുതല്ല ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് അറിയണ്ടേ? ഭാര്യയും കുഞ്ഞൊക്കെയാണ് ഏറ്റവും വലുത്. അപ്പോഴാണ് പിങ്കി വന്നിട്ട് പിന്നെ അതേ അമ്മായി പറഞ്ഞതേ, അതിന് ഞാൻ ഒരിക്കലും അനുയോജ്യപ്പെടില്ല. ആദ്യം ജോലി, അത് കഴിഞ്ഞ് ഭാര്യ കുടുംബമൊക്കെ കാണത്തുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ പറയട്ടെ, ആദ്യം വരുമാനം വേണം. വരുമാനം ഇല്ലെങ്കിൽ ഒരു ഭാര്യയും മക്കളും കെട്ടിയൊരു പുല്ല് വില പോലും കൊടുക്കില്ല. ഇപ്പൊ പവിത്രയും പറഞ്ഞു, ഈ കാര്യത്തിൽ ഞാൻ യോജിപ്പെടുന്നു. അത് ശരിയാ, പിങ്കി ചേച്ചി പറഞ്ഞ കറക്റ്റ് തന്നെയാ എന്ന് പറയുമ്പോ ലക്ഷ്മി പറഞ്ഞു, പിങ്കി മോളുടെ കാര്യത്തില് ഏതായാലും അതവിടെ നിൽക്കട്ടെ, ഈ അഭിപ്രായത്തോട് ഞാൻ യോജിക്കാം. പക്ഷെ പലവരുടെയും കാര്യത്തിൽ ഇതൊക്കെ ചിലപ്പം അനുയോജ്യമായിരിക്കാം. പക്ഷെ നന്ദമോളുടെ കാര്യത്തിൽ തെറ്റിപ്പോയി. നന്ദമോൾ അങ്ങനെയൊന്നുമല്ല. നന്ദമോള് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഏറ്റവും വലുത് ഗൗതമോൻ തന്നെയാ. ഗൗതമോന്റെ പണമോ പ്രതാമോ ഒന്നും അല്ല അവൾ ആഗ്രഹിക്കുന്നത്. ആ സ്നേഹവും ആ ബഹുമാനവും ഒക്കെയാണ് നമ്മുടെ നന്ദയ്ക്ക് ഉള്ളത്. ഗാതമോളുടെ കാര്യം വന്നപ്പോഴത്തേക്കും എല്ലാ ഓഹരിയും അവൾക്ക് വേണ്ടി മാറ്റി വെച്ചാക്കാന്ന് ഗൗതമോ പറഞ്ഞതല്ലേ. അപ്പൊ നന്ദ എന്തെങ്കിലും എതിർത്തോ? ഒരക്ഷരം എതിർക്കാതെ എല്ലാം മിണ്ടാതെ നിന്ന് കേട്ട് സമ്മതിച്ചു. അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നന്ദമോൾക്ക് എപ്പോഴും ഗൗതം തന്നെയാ വലുത്. അത് അല്ലാതെ പിന്നെ സ്വത്തും പണമൊന്നും അല്ല. അവക്ക് ഒന്നിനോടും ഒരു ആർത്തിയില്ല, അത്യാഗ്രഹവും ഇല്ല. നല്ലൊരു പെൺകുട്ടി അവള്. അങ്ങനെ വേണം ഒരു പെൺകുട്ടി ആയാല്. അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയതാ എൻ്റെ ഗൗതം മോന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കിയുടെ നിലയും വിലയും ഒക്കെ അങ്ങ് പിടിവിട്ടു പോയി എന്ന് പറയാം. അതുപോലെ ഒരു അവസ്ഥയിലാണ് പിങ്കി അവിടെ നിൽക്കുന്നത്. പിങ്കി തുറിച്ച് നമ്മുടെ ലക്ഷ്മിനെ തന്നെ നോക്കാം കേട്ടോ. പിന്നെ ഒന്നും നമ്മുടെ പിങ്കി മിണ്ടുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, അതെ എന്തായാലും ഗൗതം മോൻ പോയില്ലേ, ഞാനേ നന്ദമോൾക്ക് ഈ ചായ കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ചായ കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി പറഞ്ഞു, അതിന് അമ്മായി ബുദ്ധിമുട്ടണമെന്നില്ല, ഞാൻ കൊണ്ടുപോയി ചായ കൊടുക്കാം, അതിനിപ്പോൾ അമ്മായി ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ, അതിങ്ങ് താന്ന് പറഞ്ഞു പിങ്കി അത് മേടിച്ചോണ്ട് പോയി. ഇനി ആ ചായയിൽ വല്ലതും കലക്കുമെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. ഏതായാലും അതും എടുത്തുകൊണ്ട് നേരെ നമ്മുടെ നന്ദയുടെ റൂമിലേക്ക് പോകുകയാണ് പിങ്കി. റൂമിലെത്തിയ പിങ്കി നമ്മുടെ നന്ദനെ നന്ദ എന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പം നന്ദ കിടന്ന് നന്നായിട്ട് ഉറങ്ങുക. അപ്പം നന്ദ ഇങ്ങനെ ഉറങ്ങുന്ന കണ്ടപ്പോൾ പിങ്കിക്ക് ദേഷ്യം വന്നിട്ട് നന്ദേ എന്ന് ഉറക്കം വിളിച്ചപ്പോഴത്തേക്കും നന്ദ പെട്ടെന്ന് കണ്ണ് തുറന്ന് ഇങ്ങനെ എണീറ്റു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നാ ചായ. ഇതെന്താ ഇത്? നീ ഇങ്ങനെ എനിക്ക് ചായ കൊണ്ട് തരാറില്ലല്ലോ, ഇതെന്തു പറ്റി? മുഖത്തിന് നേരെയാണോ ചായ പിടിക്കുന്നത്? അല്ല, ഒരു മാനേഴ്സ് കാണിക്കണ്ടേ പിങ്കി? അതെ, നിനക്ക് ഞാൻ ഉറക്കക്ഷീണം മാറിയോന്ന് നോക്കിയതാ. അതെ, അത് ആ ടേബിളിലേക്ക് വെച്ചേരെ, ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു. അപ്പം കിടന്നോണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ നേരെ മുഖത്തിന് നേരെ പിടിച്ചോണ്ട് വന്നു. അതങ്ങാണം മുഖത്ത് വീണ് കഴിഞ്ഞാൽ പൊള്ളുകയും ചെയ്യും കേട്ടോ. അപ്പൊ പിങ്കി പറഞ്ഞു, അതെ നേരം കുറെ ആയല്ലോ, എഴുന്നേക്കുന്നില്ലായിരുന്നോ? അതെ, ഉറങ്ങിയപ്പം കുറച്ച് വൈകിപ്പോയി പിങ്കി, അതുകൊണ്ടാ എണീക്കാൻ താമസിച്ചെന്ന് പറഞ്ഞു. മനഃപൂർവ്വം നമ്മുടെ നന്ദ ഒന്ന് ഇട്ട് കൊടുത്തതാ പിങ്കിക്ക്. ഇത് കേട്ടോന്നെ പിങ്കിയുടെ മനസ്സങ്ങോട്ട് തെറ്റി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറഞ്ഞു, ഞാനേ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം, ഫ്രഷ് ആയില്ലേ ശരിയാവില്ല എന്നും പറഞ്ഞ് നേരെ ബാത്റൂമിന്റെ അകത്തേക്ക് കയറിപ്പോയി. പിങ്കിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പിടികിട്ടി. ശാന്തി മുഹൂർത്തം കഴിഞ്ഞിട്ടുണ്ട് എന്ന് കംപ്ലീറ്റ് മനസ്സിലായി. അങ്ങനെ പിങ്കി തുറിച്ചിങ്ങനെ തുറച്ച് നോക്കിയിട്ട്, എന്നെ സ്നേഹിച്ചിട്ട് എന്നെ മോഹിപ്പിച്ചിട്ട് നിങ്ങളെ അല്ലാതെ വേറെ ആരെയും എനിക്ക് മനസ്സ് ചുമക്കാൻ വയ്യാത്തൊരു ഭ്രാന്തിയാക്കിയിട്ട് ഒടുവിൽ എന്നെ വിട്ട് കളഞ്ഞല്ലേ നിങ്ങൾ. ഈ കിടക്കയിൽ നിങ്ങൾ മറ്റൊരുത്തിയോടൊപ്പം ശാന്തി മുഹൂർത്തം ആഘോഷിച്ചു അല്ലേ? അത് ഈ പിങ്കി ഒരിക്കലും സഹിക്കാനാവില്ല ഈ പിങ്കിക്ക് എന്ന് പറഞ്ഞിട്ട് ആ ബെഡ്ഷീറ്റ് എന്നെല്ലാം കൂടി ഇങ്ങോട്ട് വലിച്ചെടുത്തു. ബെഡ്ഷീറ്റും അതിൻ്റെ കൂടെ പുതപ്പും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ വലിച്ചേറിട്ട് ചൂരുട്ടിക്കൊണ്ട് നേരെ വെളിയിലേക്ക് കൊണ്ടുപോവാണ്. നേരെ വെളിയിലേക്ക് കൊണ്ടുപോയി എന്താ ചെയ്യുന്നത്? മണ്ണെണ്ണ പോയി എടുക്കുന്നു, മണ്ണെണ്ണ ഒഴിക്കാനായിട്ട് തുടങ്ങുന്നു. ഏതായാലും നമ്മുടെ നന്ദ ഈ സമയം കൊണ്ട് ബാത്റൂമിന്റെ അകത്തുനിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരിക. അപ്പൊ ഇത് കത്തിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോഴത്തേക്കും നന്ദ പറഞ്ഞു, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെടി എനിക്ക് ഭ്രാന്ത് പിടിച്ചോടി, മുഴു ഭ്രാന്ത് പിടിച്ചോ, നീ മാറി നിന്നോ, അതാ നിനക്ക് നല്ലത്. അയ്യോ അമ്മ ഓടിവാ, അമ്മേ ലക്ഷ്മി അമ്മ ഓടിവാ, പിങ്കി നീ എന്താ ഈ കാണിക്കുന്നത്? വിട്, നീ ഇതൊന്നും കത്തിക്കാതെ, എന്റെ അടുത്തുനിന്ന് മാറി പിങ്കി, ഇത് എന്തോ പിങ്കി കാണിക്കുന്നത്? നന്ദ എന്റെ കയ്യിൽ നിന്ന് വിടാനാ പറഞ്ഞത്, നീ എന്റെ കയ്യിൽ നിന്ന് വിടെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായിട്ടോ. ലാസ്റ്റ് അങ്ങനെ നന്ദേനെ ഒരു ഒറ്റ വലിച്ചങ്ങോട്ട് ഒറ്റ തള്ളൽ തള്ളി നമ്മുടെ പിങ്കി. എന്നിട്ട് ആ ബെഡ്ഷീറ്റും പുതപ്പും എല്ലാം കൂടെ മണ്ണെണ്ണ ഒഴിച്ച്
കത്തിക്കുകയാണ് ചെയ്തത്. ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ നന്ദയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അങ്ങനെ അവരുറങ്ങി ബെഡ്ഷീറ്റ് കത്തിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതത്രയ്ക്ക് നല്ല കാര്യമൊന്നുമല്ല. അങ്ങനെ നമ്മുടെ നന്ദയ്ക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടപ്പോഴത്തേക്കും കലി വന്നു. പക്ഷേ പിങ്കിക്ക് ഈ ബെഡ്ഷീറ്റ് കത്തുന്നത് കണ്ടപ്പോഴത്തേക്കും കുറച്ച് ആശ്വാസമായെന്ന് തോന്നുന്നു. നിന്ന് അട്ടഹസിച്ച് ചിരിച്ച് എന്തോ സന്തോഷിക്കുകയാണ് നമ്മുടെ പിങ്കി. സമനില തെറ്റിയ ആൾക്കാരെ പോലെ തന്നെയാണ് പിങ്കി ഓരോ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം കൊണ്ട് തന്നെ അരുന്ധതിയും ലക്ഷ്മിയും മോഹിനിയും പവിത്രയും ഒക്കെ വന്നു. അങ്ങനെ പവിത്രയും മോഹിനിയും അരുന്ധതി ലക്ഷ്മിയൊക്കെ ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേഷ്യം വന്നിട്ട് പിങ്കി അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അരുന്ധതി ചോദിച്ചു, നീ എന്താ ഈ കാണിച്ചത് പിങ്കി? നീ എന്താ ഈ കാണിച്ചത്? അതെ, ഞാൻ ഒരു ഷീറ്റ് ചുരുട്ടി എടുത്തോണ്ട് പോയി കത്തിച്ചു. അതിനിപ്പോ എന്താ വേണ്ടത്? എന്ത് വേണം എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് സ്തംഭിച്ചു പോയി നമ്മുടെ പിങ്കിയുടെ ഈ ദേഷ്യമൊക്കെ കണ്ടപ്പം. എന്നിട്ട് പിങ്കി പറഞ്ഞു, മരിച്ചുപോയവരുടെ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളൊക്കെ അങ്ങോട്ട് കളയാറില്ലേ കത്തിച്ച്, അതുപോലെ ഒരു ആചാരമാണ് ഇതെന്നങ്ങ് കരുതിയാ മതി. എനിക്ക് മരിച്ചു, എന്റെ മനസ്സിലുണ്ടായിരുന്ന ആളും മരിച്ചുപോയി, അതിനെനിക്കിത് ചെയ്തേ പറ്റൂ. അല്ല, ഇതിനകത്ത് ആരടി മരിച്ചവരുള്ളത്? ഇവിടെ ആരാ മരിച്ചവരുള്ളത്? അപ്പോഴത്തേക്കും നന്ദ പറഞ്ഞു, ഇവിടെ മരിച്ചവരാരുമില്ല. പക്ഷേ ഉണ്ടല്ലോ, അമ്മായി കേൾക്കണം, ഞങ്ങള് രാത്രി ഇന്നലെ ഉപയോഗിച്ച ബെഡ്ഷീറ്റും പുതപ്പും എടുത്താ ഈ പിങ്കി കത്തിച്ചതെന്ന. അപ്പൊ ലക്ഷ്മി ചോദിച്ചു, പിങ്കി നീ എന്താ കാണിച്ചത്? നീ നന്ദയുടെയും ഗൗതമിന്റെയും ഷീറ്റാണോ കത്തിച്ചത്? സത്യം പറ. അതെ, ഞാൻ അതാ കത്തിച്ചത്. ഞാൻ അത് തന്നെയാ കത്തിച്ചത്. അത് ഞാൻ എവിടെയും പറയും. എനിക്ക് ആരെയും പേടിയില്ല എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് വീണ്ടും എല്ലാവരും ഒന്നും കൂടെ സ്തംഭിച്ചു നിന്നോട്ടോ. നമ്മുടെ പിങ്കി ധൈര്യപൂർവ്വം ഇതൊക്കെ അലമുറയിട്ട് വിളിച്ചു പറയുകയാണ്. കാരണം സമനില തെറ്റിയ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നമ്മുടെ പിങ്കി പറഞ്ഞു, ആദ്യ രാത്രിയിൽ ഉപയോഗിക്കുന്ന കിടക്കയിലെ വിരികളും മറ്റും കത്തിക്കുന്ന ഒരു ആചാരം ഞങ്ങളുടെ നാട്ടിലുണ്ട്. അതാ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു. ഏതായാലും അങ്ങനെ ഒരു ആചാരം ഇല്ലെന്ന് കേട്ട് നിൽക്കുന്നവർക്കൊക്കെ അറിയാലോ. അപ്പൊ ലക്ഷ്മി പറഞ്ഞു, ഏടത്തി ഇതൊന്നും കേട്ടില്ലേ, ഇത് ആചാരമാണെന്നാ ഇവള് പറയുന്നത്. എന്താ, എന്നെ തല്ലണോ? ലക്ഷ്മി അമ്മയ്ക്ക് എന്നെ തല്ലണോ? അല്ല, ഇനിയിപ്പോ വല്യമ്മയ്ക്ക് എന്നെ തല്ലണോ? എന്നെ അങ്ങോട്ട് കൊല്ലാൻ പറഞ്ഞു. അപ്പൊ മോഹിനി പറഞ്ഞു, നീ എന്താ പിങ്കി ഈ കാണിക്കുന്നത്? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എന്താ ചോദിക്കേണ്ടത്? പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? നിങ്ങളൊക്കെ പറഞ്ഞതാ, ഞാൻ അതുപോലെ ചെയ്യാം. ഇത്രയും നാളും ഞാൻ എല്ലാവരുടെയും താളത്തിനൊത്ത് തുള്ളുന്ന പാവയായി. ഇനി അങ്ങനെ ഒരു പാവയായിട്ട് മാറി ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. പിങ്കി, നീ ഇപ്പൊ അകത്തേക്ക് പോന്ന് വല്യമ്മായി പറഞ്ഞു. അപ്പം പിങ്കി പറഞ്ഞു, എന്തു പറ്റി? ഞാൻ വലിയ തെറ്റല്ലേ ചെയ്തത്? എന്നെ ശിക്ഷിക്കുന്നില്ലേ? എന്നെ ശിക്ഷിക്ക പിങ്കി, നിന്നോട് പോകാനാ പറഞ്ഞത്. നീ കയറി പോകത്ത് എന്നിങ്ങനെ വല്യമ്മായി ദേഷ്യപ്പെട്ട് പറഞ്ഞു. വല്യമ്മായി എന്ന് പറഞ്ഞാൽ നമ്മുടെ അരുന്ധതി. ഏതായാലും പിങ്കി ഈ സമയം അകത്തേക്ക് പോയി. എല്ലാവരും വീണ്ടും വിറച്ചു തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ മോഹിനി പറഞ്ഞു, എന്നാലും ഇത് ഇച്ചിരി കടന്ന കൈയായി പോയി. ഏടത്തി, അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടും ഏടത്തി എന്താ ഒന്നും പറയാതിരുന്നതെന്ന് ലക്ഷ്മി ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ അരുന്ധതി പറഞ്ഞു, അവള് സകല നിയന്ത്രണം വിട്ടു നിൽക്കുക. അവളുടെ കണ്ണിലും മുഖത്തും ഒക്കെ തിളങ്ങുന്നതേ ഒരു മരണചിന്തയാ. അത് നമ്മൾ കാണാതെ പോയാലേ ചിലപ്പം ഈ വീട്ടില് ഒരു മരണം തന്നെ സംഭവിക്കും. അതുകൊണ്ട് ഇപ്പൊ ഒന്ന് ഒതുങ്ങിയേ പറ്റൂന്ന് പറഞ്ഞു. ഏതായാലും നന്ദയുടെ മുമ്പിലേക്ക് അരുന്ധതി വന്നിട്ട് പറഞ്ഞു, നന്ദ, നടന്നതൊക്കെ നടന്നു. ഒന്നും നീ മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല. അതൊക്കെ അങ്ങ് വിട്ടേരെ. സമയം കിട്ടിക്കഴിഞ്ഞാല് പിങ്കീനെ ഒന്ന് നീ പരിഗണിച്ചേക്കണം, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേക്കണം. നീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ നിനക്ക്? ഈ പ്രശ്നം ഇനി നമ്മൾ വഷളാക്കരുത് എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും അരുന്ധതി അങ്ങ് പോയി. അരുന്ധതിയുടെ ആ ഒരു മാറ്റമൊക്കെ കണ്ടിട്ട് അരുന്ധതി നല്ല റൂട്ടിലൂടെ ആട്ടോ ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം വിളവും വെള്ളിയാഴ്ചയ്ക്ക് അരുന്ധതിക്ക് വന്നു എന്ന് തോന്നുന്നു. പക്ഷെ അവിടെ നിൽക്കുന്ന ആർക്കും ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നമ്മുടെ പിങ്കി ഈ ചെയ്ത കാര്യം. പ്രത്യേകിച്ച് നന്ദയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പിന്നെ കാണിക്കുന്ന നമ്മുടെ പിങ്കിനെയാണ്. പിങ്കി റൂമിലേക്ക് ചെന്നിട്ട് വീണ്ടും പിങ്കി സമനില ഇല്ലാതെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പൊ അവിടെ നമ്മുടെ അർജുൻ കിടന്നുറങ്ങുകയാണ്. അപ്പം അർജുൻ കിടന്നുറങ്ങുന്നത് കൊണ്ട് തന്നെ അർജുൻ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. പെട്ടെന്ന് അർജുൻ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി ഇങ്ങനെ നിൽക്കുക. അപ്പം അർജുൻ പറഞ്ഞു, ഹലോ, ഗുഡ് മോർണിംഗ്. എന്തു പറ്റി ഇങ്ങനെ നിൽക്കുന്നത്? ഇതെന്തു പറ്റി? മരം പോലെ നിൽക്കുകയാണല്ലോ. തന്റെ തലയ്ക്ക് വല്ല അടിയും കിട്ടിയോ? ഇതെന്തു പറ്റി? എന്താ ഒന്നും മിണ്ടാത്തെ? കിട്ടി. എല്ലാവർക്കും സന്തോഷമായല്ലോ. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാവില്ല, ആർക്കും ഒന്നും മനസ്സിലാവില്ല. അതെനിക്കറിയാം. ഇതൊക്കെ എന്റെ വിധി, എന്റെ തലവര. അതുമാത്രം കരുതിയാ മതിയല്ലോ. അതുമാത്രം, അങ്ങനെ മാത്രം വിശ്വസിച്ച് ഞാൻ ജീവിക്കുക. ഞാന് മനസ്സിൽ കൊണ്ടു നടന്ന പല കാര്യങ്ങളും ഇപ്പൊ എന്റെ അല്ലാതായിട്ട് മാറിയിരിക്കുക. ഈ പിങ്കി വീണ്ടും ചിരിയിൽ ചുട്ടരിച്ചൊരവസ്ഥയായി പോയി. പിങ്കിയുടെ ജീവൻ ഉണ്ടെന്നേ ഉള്ളൂ, വെറും ശവശരീരം മാത്രമായിട്ടാ പിങ്കി ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഏതായാലും പിങ്കി നേരെ ബാത്റൂമിൽ പോയി വാതിൽ അങ്ങോട്ട് അടച്ചു. അപ്പോഴത്തേക്കും അർജുൻ പറഞ്ഞു, പിങ്കി നീ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. നമ്മുടെ അർജുനൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഏതായാലും പിങ്കി ബാത്റൂമിൽ ചെന്നിട്ട് ഷവർ തുറന്നിട്ട് ഷവർ ഓപ്പൺ ആക്കിയിട്ട് ആ ഒരു ഷവറിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക.
അങ്ങനെ ഷവറിൽ നിന്ന് വെള്ളം ഇങ്ങനെ പിങ്കിയുടെ ദേഹത്തേക്ക് വീണോണ്ടിരിക്കുന്ന ആ സമയം കൊണ്ട് പിങ്കി പല കാര്യങ്ങൾ ചിന്തിക്കാനോട്ടോ. ആദ്യമായിട്ട് ഗൗതമിനെ കാണുന്നതും സംസാരിക്കുന്നവരും അവർ ബൈക്കിലൂടെ സഞ്ചരിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി തന്നെ അവിടെ ഒരു ബാത്ത് ഡപ്പയുണ്ട്, അവിടെ ഇങ്ങനെ ഇരുന്നു കൊണ്ടാണ് ഇങ്ങനെ ഷവറിലെ വെള്ളം ഇങ്ങനെ ദേഹത്തേക്ക് വന്ന് വീഴുന്നത്. അപ്പൊ ആ ഒരു സീനൊക്കെ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. അപ്പൊ രാവിലെ നമ്മളൊരു പ്രമോ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് ഏകദേശം കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. എങ്കിലും ഫുൾ വിശേഷം ഡയലോഗ് സഹിതം പറയാൻ കുറച്ച് പേര് നമ്മളോട് ആവശ്യപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഒരു ഫുൾ വിശേഷമായിട്ട് വന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ടാറ്റ, ബൈ ബൈ.